ചത്തുപോയ ആളുകളൊക്കെ വിളിച്ചുകൂട്ടി കല്യാണം നടത്താൻ ഇത് സ്വർഗത്തിൽ വെച്ചൊന്നല്ല. എന്താ അങ്കിളെ പറഞ്ഞത്? എന്റെ അച്ഛനും അച്ഛമ്മയൊക്കെ മരിച്ചു പോയെന്നോ? ശരിയാണോ വന്ദനമ്മേ? എന്റെ അച്ഛനും അച്ഛമ്മയൊക്കെ മരിച്ചു പോയെന്നോ? ഇല്ല മോളെ, അവരൊന്നും മരിച്ചിട്ടില്ല. എന്തിനാ ഇങ്ങനെ കുട്ടിയിൽ നിന്നത് മറച്ചു വെക്കുന്നത്? എന്നായാലും കുട്ടി ഇതൊക്കെ അറിയണ്ടല്ലേ. അവൾ അനാഥയാണെന്നുള്ള സത്യം മറച്ചു വെച്ചിട്ട് എന്ത് കാര്യം നേടാൻ പോകുന്നത്? പ്രകാശേ, കുട്ടി അനാഥയാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് നിനക്ക് എന്ത് സുഖ കിട്ടിയത്? അല്ല, അനാഥയാണെന്ന് ബോധ്യപ്പെടുമ്പോ കുട്ടിക്ക് കുറച്ചുകൂടി അച്ചടക്കവും അനുസരണയും ഒതുക്കവും ഉണ്ടാവുമെന്ന് കരുതി പറഞ്ഞതാ. കുട്ടിക്ക് അത്യാവശ്യം വേണ്ട അച്ചടക്കവും അനുസരണയും ഒക്കെ ഉണ്ട്. അത് തീരെ ഇല്ലാത്തതേ നിനക്കാ. എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുഞ്ഞിന്റെ മനസ്സിനെ കുത്തി നോവിച്ചിട്ട് നീ ഒരു കുഞ്ഞിന്റെ അച്ഛനല്ലേ? ഒരു കുഞ്ഞിന്റെ മനസ്സ് നോവിക്കാൻ പാടില്ല എന്നുള്ള ബോധം പോലും ഇല്ലാത്തൊരു ജന്മം. ശരി, എല്ലാം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് തീരെ ബോധമില്ല. പക്ഷേ എന്റെ അച്ഛനമ്മമാർക്കും വന്ദനയ്ക്കൊക്കെ ബോധം അങ്ങേറ്റം ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അന്യര് ചുമക്കേണ്ട വിഴുപ്പ് പാണ്ടത്തെ തലയിൽ ചുമക്കുന്നത്. ഇതൊക്കെ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയാം. അവസാനം കരഞ്ഞും വിളിച്ചും വരുമ്പോ കണ്ണീരൊപ്പാനും കോടതി വരാന്ത കേറി ഇറങ്ങാനൊന്നും ഈ പ്രകാശന കിട്ടില്ല. പറഞ്ഞേക്കാം, ഞാൻ വരില്ല. ആരുടെ സഹായം ചോദിച്ച് ഞാൻ വരില്ല. വന്ദനേ, മതി, നിർത്ത. അച്ഛമ്മേ, പ്രകാശങ്ങൾ എന്നെയാണോ വരക്ക് പറയുന്നത്? മോൾ ഇതൊന്നും ശ്രദ്ധിക്കണ്ട. മോക്ക് നല്ല ക്ഷീണല്ലേ? അച്ഛമ്മയുടെ മടി കിടന്ന് ഉറങ്ങിക്കും. ആയിക്കോ. മടി കിടത്തേ, എന്താ ചെയ്. വാ മോളെ, കാല് സൂക്ഷിച്ച്. ഉറങ്ങിക്കോ മോൾ, ഉറങ്ങിക്കോ. ആവശ്യമില്ലാതെ പിള്ളേരോട് ഓരോന്ന് പറഞ്ഞ് പിടിപ്പിക്കും. ആ രാജീവും കിഴവിത്തള്ളയൊക്കെ ചത്ത് മണ്ണടിഞ്ഞു എന്നുള്ള സത്യം ആ നാശത്തിനോട് തുറന്നു പറഞ്ഞൂടെ? അച്ഛനും അച്ഛമ്മയും ചത്തട്ടില്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക ആ കൊച്ചിനെ. ഒരു ദിവസം സമ്മാനവും കൊണ്ട് അച്ഛനും അച്ഛമ്മയും കെട്ടിയെടുക്കുന്നതും കാത്തിരിക്കുക ആ കൊച്ച്. വെറുതെ നടക്കാത്ത ആഗ്രഹങ്ങള് ആ കുഞ്ഞു മനസ്സിൽ കുത്തി നിറയ്ക്കാൻ പാടുണ്ടോ? അത് തുറന്നു പറഞ്ഞ ഞാൻ എന്തായി? കുറ്റക്കാരൻ. എങ്ങനെയുണ്ട്? സത്യം വിളിച്ചു പറഞ്ഞവൻ ബോധമില്ലാത്തവൻ. നീ എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിന്നെ നാക്കിറങ്ങിപ്പോയ. എടി, നീ കേട്ടിട്ടില്ലേ ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന്? അതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കുഞ്ഞു മനസ്സിനെ കുത്തി വേദനിപ്പിക്കുന്നത് ഇനി എന്ത് പറഞ്ഞാലും ശരിയല്ല പ്രകാശേട്ടാ. ആര് കുത്തി നോവിച്ചു? എടി, മരിച്ചവര് മരിച്ചു, അവരിനി തിരിച്ചു വരൂ? ഒരിക്കലുമില്ല. അപ്പോ മരിച്ചവർ മരിച്ചു എന്ന് തന്നെ പറയണ്ടേ? നിനക്കിപ്പോ എന്ത് മനസ്സിലായി? സത്യം പറയുന്നവൻ ബോധമില്ലാത്തവൻ, കള്ളം പറഞ്ഞ് മനുഷ്യരെ പൊട്ടരാക്കുന്നവരൊക്കെ
തിരിച്ചറിവിന്റെയും ബോധത്തിന്റെയും തലതൊട്ടപ്പന്മാര്. ഇത് എന്ത് തലതിരിഞ്ഞ് ഏർപ്പാടാ സുയിത്രേ? നീ തന്നെ ഒന്ന് പറയും. കൊള്ളാം. അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞിന്റെ മനസ്സ് കീറി മുറിച്ചിട്ട് ഓരോരോ ന്യായങ്ങൾ നിരത്തി സ്വയം ആശ്വസിക്കാണോ? എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും ഒരു പാവം കുഞ്ഞിന്റെ മനസ്സ് നോവിച്ചതിന് പരിഹാരമാവില്ല. എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാന്ന് സുചിത്രയ്ക്ക് മനസ്സിലായി. എന്ത് തെറ്റ്? എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. സത്യം വിളിച്ചു പറയുന്നത് ഒരു കാലത്തും തെറ്റുമല്ല. കുഞ്ഞു മനസ്സിൽ വെറുതെ ആശ കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞതില് യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. എന്റെ ഉത്തരവാദിത്തത്തില് ഞാൻ വളർത്താൻ കൊണ്ടുവന്ന കുട്ടി അധിയമോള്. അവളുടെ A to Z ചെലവുകള് ഞാൻ മാത്രമാണ് നോക്കുന്നത്. അവൾക്ക് വേണ്ടി ആരുടെയും പണക്കൂമ്പാരത്തിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും ചോർന്നു പോകുന്നില്ല. അങ്ങനെ ചോർന്നു പോകുന്നുള്ള ഭയം കൊണ്ട് ആരും എന്റെ കുഞ്ഞിനെ ശത്രുവായിട്ടൊന്നും കാണണ്ട. അവക്കിനി അവകാശിയായിട്ട് ഞാനല്ലാതെ മറ്റാരുമില്ല. ഞാനാണ് എന്റെ കുഞ്ഞിന്റെ ഏക ആശ്രയവും ആശ്വാസവും. ഈ ഭൂമിയിൽ ജനിച്ചു പോയ എന്റെ കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദൈവം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവളുടെ മുഖമൊന്ന് വാടിക്കണ്ട സഹിക്കില്ല എനിക്ക്. മേലിൽ എന്റെ കുഞ്ഞിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടായ എന്റെ സ്വഭാവം മാറും. ചിലപ്പോ ഏട്ടനാണെന്നൊക്കെ ഞാനങ്ങ് മറക്കും. കഷ്ടം. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? വേണ്ട, നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. നാഴികയ്ക്ക് 40 വട്ടം കൂടപ്പിറപ്പിന്റെ ജാതകദോഷത്തെ കളിയാക്കുന്ന ഏട്ടനോടെ ഇത്രയല്ലേ സംസാരിച്ചുള്ളൂ എന്ന് ആശ്വസിക്കും. ചേടാ, സത്യത്തിന്റെ കണ്ണുമൂടിക്കെട്ടാ ഇവരൊക്കെ. ഇന്നല്ലെങ്കിൽ നാളെ ദിയ സത്യം അറിയണം. നേരത്തെ ആയാൽ അത്രയും നല്ലത്. സത്യം വിളിച്ചു പറഞ്ഞപ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കൊള്ളരുതാത്തവൻ. എന്റെ പൊന്നു മോളല്ലേ, മോൾക്ക് അറിയാതിരിക്കേ. മോൾക്ക് എന്ത് വേണമെങ്കിലും മുത്തശ്ശി തരാം. കരയാതിരിക്കേ, കരയാതെ മോളെ. മോളെ, എന്തു പറഞ്ഞിട്ടും കുഞ്ഞ് അനുസരിക്കുന്നില്ല. വല്ലാത്ത നിർബന്ധം. സാരല്ല മോളെ, ഞാൻ സമാധാനിപ്പിച്ചോളാം. അമ്മ ചെല്ല്. മോളെ, എന്തിനിങ്ങനെ കരയുന്നേ? എന്താ മോളുടെ പ്രശ്നം? എനിക്ക് അച്ഛനെയും അച്ഛമ്മയും കാണണം. അവര് മരിച്ചിട്ടില്ല. ദിയമ്മക്ക് അവരെ കാണണം വന്ദനമ്മേ. മോള് കരയാതെ, നമുക്കവരെ കാണാം. നാളെ രാവിലെ ഫോൺ വിളിച്ചിട്ട് അവരോട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറയാം. ഈശ്വര, ചുട്ടു പൊള്ളുന്ന ചൂടാണല്ലോ. നല്ല പനിയുണ്ട്. അമ്മേ, മോൾക്ക് നല്ല പനിയുണ്ട്. ദേഹം മുഴുവൻ ചുട്ടു പൊള്ളുന്ന ചൂടാ. ഈശ്വര, ഇത്രയും നേരം പനിയില്ലായിരുന്നു. ഇപ്പൊ നല്ല ചൂടുണ്ടല്ലോ. ഹോസ്പിറ്റലിൽ കാണിക്കണം. വേണം മോളെ, പ്രകാശിനോടും കൂടി ഒന്ന് വരാൻ പറയാം. വേണ്ട, ദേമോൾ
മോളുടെ അച്ഛനും അച്ഛമ്മയും ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞത് കേട്ട് ഭയന്നു വന്ന പനിയാ. ഇനി പ്രകാശേട്ടന്റെ മുഖം കൂടി കണ്ട എന്റെ മോൾക്ക് പനി കൂടുകയുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയിക്കോളാം. അയ്യോ, അമ്മ അമ്മയുടെ മോനോട് പറഞ്ഞേക്ക്, ഇനി എന്റെ കുഞ്ഞിനെ സങ്കടപ്പെടുത്തിയാ ഞാൻ സഹിക്കില്ലെന്ന്. ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്ത ബാധ്യതയല്ലേ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചുമന്നോളാം. അമ്മ ഇവിടെ വന്ന് നിൽക്കുവാണോ? ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോളെ, ദേമോൾക്ക് നല്ല പനിയാ. നീയും കൂടെ ഒന്ന് ആശുപത്രിയിലേക്ക് പോവോ? അതിനെന്താ, ഇപ്പൊ പോവല്ല. അയ്യോ, നല്ല പൊള്ളുന്ന ചൂടാ. ചേച്ചി വേഗം ഡ്രസ്സ് മാറ്, ഞാനും മാറ്റി വരാം. നമുക്കിപ്പൊ തന്നെ പോവാം. മോളെ, ആ കരയാതെ മോളെ, നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോവാം. ബാ. കുട്ടി എന്തെങ്കിലും കണ്ട് പേടിച്ചോ? അങ്ങനെയൊന്നും കണ്ട് പേടിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ കുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവും. ആ ഷോക്കിൽ നിന്നാണ് പനിയുണ്ടായത്. കുട്ടി ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ കുറച്ച് സമയമെടുക്കും. മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? അങ്ങനെ പേടിക്കാവൊന്നുമില്ല. ഹാർട്ട് ബീറ്റ് അല്പം ചേഞ്ച് കാണിക്കുന്നുണ്ട്. പനി കുറയുന്നതോടെ പയ്യെ പയ്യെ പഴയ നിലയിലേക്ക് വരും. പനി മാറാൻ ഒരു ഇഞ്ചക്ഷൻ കുറിച്ചിട്ടുണ്ട്, ടാബ്ലറ്റും തരാം. എനിക്ക് ഇൻഡക്ഷൻ പേടിയാ. പേടിയാണെങ്കിൽ ഡോക്ടർ അങ്കിൾ നല്ല മധുരമുള്ള മരുന്ന് കുറിച്ച് തരാം. അത് മതിയോ? മതി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും കുട്ടിയുടെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ കുട്ടി ഡിപ്രഷനിലേക്ക് പോയെന്ന് വരും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഡോക്ടർ. ഹരിതേ, പ്രകാശേട്ടന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവാതെ നോക്കാം. നമുക്ക് നോക്കാം. വന്ദനേച്ചി, എന്താ ഇത്? വിഷമിക്കാതെ. മോൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാം ശരിയാവും. മോളുടെ അവസ്ഥ കാണുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. രാജീവ് സാർ ഉള്ളപ്പോ ആ വീട്ടിലെ രാജകുമാരിയെ പോലെ കഴിഞ്ഞ കുഞ്ഞാ ഇവള്. ആ മനുഷ്യന്റെ ലോകം തന്നെ ഈ കുഞ്ഞായിരുന്നു. പാവം. ആ നരകത്തിൽ നിന്ന് ഇവിടെ വന്നപ്പോ ഇവിടെ ഒരു സ്വൈര്യം കിട്ടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഈ പാവം കുഞ്ഞ് എന്ത് തെറ്റെയ്തിട്ടാണാവോ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത്. എനിക്ക് ഈ കുഞ്ഞുമായിട്ട് ഒരടുപ്പവും ഇല്ലായിരുന്നു. ദേമോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനോട് ആദ്യം എതിർത്തത് ഞാനാ. പക്ഷെ കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോ എന്റെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം. കുഞ്ഞിന്റെ ഈ അവസ്ഥ രാഖിയുടെ വീട്ടിൽ വെച്ചായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം എനിക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. എന്താ ചേച്ചി? രാജീവ് സാറിൻ്റെതൊരു സ്വാഭാവിക മരണമാവാൻ സാധ്യതയില്ല. അതിലെന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? ഇപ്പോഴൊന്നും തോന്നിയതല്ല.
ഈ കാര്യത്തിൽ നേരത്തെ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. പരിക്കേറ്റ ആശുപത്രിയിൽ കിടന്നിരുന്ന വിദ്യമ്മയുടെ ചില ഭാവങ്ങൾ, നോട്ടങ്ങൾ, എന്തൊക്കെയോ തുറന്നു പറയാനുള്ള വെമ്പൽ, അതൊക്കെ ഓർത്തെടുക്കുമ്പോ അപകടം മുൻകൂട്ടി ആരോ ആസൂത്രണം ചെയ്തിരുന്നതായി എനിക്ക് തോന്നുക. വിദ്യമ്മയ്ക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. ഈ പാവം കുഞ്ഞിന്റെ അച്ഛനെയും മുത്തശ്ശിയും കരുതി കൂട്ടി കൊന്നതാണെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടില്ല. ആക്സിഡന്റിനെ കുറിച്ച് അന്വേഷണം നടത്താൻ ഏതറ്റം വരെയും ഞാൻ പോവും. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇനി ഒരു പരാതി കൂടെ കൊടുക്കാൻ പോവാ. അവിടെ നീതി കിട്ടിയിട്ടില്ലെങ്കിൽ കോടതി, വേണ്ടി വന്ന സുപ്രീം കോടതി വരെ പോവും ഞാൻ. അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിൽ വന്ദനേച്ചോടൊപ്പം ഞാനും ഉണ്ടാവും. സ്വാഭാവികമായ അപകടമരണമായി രജിസ്റ്റർ ചെയ്ത കേസാണിത്. അതിപ്പോ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്ന് വന്ദനയ്ക്ക് തോന്നാൻ എന്താ കാരണം? അങ്ങനെ വിശ്വസിക്കാൻ തോന്നിയ സാഹചര്യ തെളിവുകൾ പലതുണ്ട് സർ. അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്ന വിദ്യമ്മേടത്തെ, അതായത് ഈ പരാതിയിൽ പറയുന്ന രാജീവ് മേനോന്റെ അമ്മയെ ഞാൻ ഈ ആക്സിഡന്റിന് ശേഷം നേരിട്ട് കണ്ടിരുന്നു. അപകടത്തെക്കുറിച്ച് എന്നോട് എന്തൊക്കെയോ പറയാൻ അവര് ശ്രമിച്ചിരുന്നു. പക്ഷെ മരണം അവരൊന്നിനും സമ്മതിച്ചില്ല. അവർ പറയാൻ മറന്നുവെച്ചത് എന്താണെന്ന് എനിക്കറിയണം സർ. അപകടം നടന്നിട്ട് കാലം കുറെ ആയില്ലേ? ഇതുവരെ അപകടത്തിൽപ്പെട്ട വണ്ടിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തില്ലല്ലോ. ഇതുവരെ തെറ്റ് ചെയ്തവരെ തിരിച്ചറിയുകയോ പിടികൂടുകയോ ചെയ്തിട്ടില്ല. അതിനൊക്കെ പോലീസിന് വേണ്ടത് തെളിവുകളാണ്. യാതൊരു തെളിവും കിട്ടാത്ത സാഹചര്യത്തിൽ ആ കേസിന്റെ ഫയൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അതാണ് അതിന്റെ നടപടിക്രമവും. ക്ലോസ് ചെയ്ത ഫയലിൽ ഒരു പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാൻ ഒരു പൗരന് അവകാശമില്ലേ സർ? അതോ ഈ കാര്യത്തിന് നേരിട്ട് ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുക്കണം? നിർത്ത്. നിങ്ങൾ എന്നെ കേസ് അന്വേഷണം പഠിപ്പിക്കാൻ വന്നിരിക്കണോ? വേണ്ട, അറിയാമല്ലോ എന്നെ. നന്നായിട്ട് എനിക്കറിയാം. നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കി ലോക്കപ്പ് ചെയ്യാനും മർദ്ദിക്കാനും കേട്ടാൽ അറപ്പ് തോന്നുന്ന ഭാഷയിൽ തെറി വിളിക്കാനും യാതൊരു ഉളുപ്പുമില്ലാത്ത പെരുമാറ്റത്തിനും സ്പെഷ്യൽ ഡിഗ്രി എടുത്തവനാണ് സാറെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ എന്നെ കുറച്ചുകൂടി സാറൊന്ന് മനസ്സിലാക്കണം. അന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് പഞ്ചപുച്ച മടക്കി ഓച്ചാനിച്ച് നിന്ന വന്ദനയല്ല ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ളത്. നീതി ലഭിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന തന്റേടമുള്ള ആത്മധൈര്യമുള്ള പെൺകുട്ടിയാണ്. എന്നെ വിരട്ടി വിടാൻ നോക്കരുത്. അജ്ഞാതനായ ഒരാളുടെ ഫോൺ കോൾ വന്നപ്പോ പത്തി മടക്കി തൊഴുതു പിടിച്ച് എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന സാറിനെ ഞാൻ നന്നായി ഓർക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? സാർ എന്റെ പരാതി ഫയലിൽ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൂട്ടി എല്ലാ മീഡിയക്കാരോടും ഞാൻ പറയും. പിന്നീട് ഉന്നത തലത്തിൽ പരാതി നൽകും. അവിടെയും എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതി വരെ പോവും ഞാൻ. എന്താ നിങ്ങളുടെ തീരുമാനം? എന്ന് ശരി, ഞാൻ എന്റെ വഴിക്ക് നീങ്ങിക്കോളാം. നിക്ക്, ആ പരാതി ഇങ്ങ് തന്നേക്ക്. പരാതി ഫയലിൽ ഉൾപ്പെടുത്തിയേക്കാം. തുടർന്ന് ഊർജിതമായ ഒരു അന്വേഷണവും നടത്താം. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാനല്ല, ശിക്ഷ വാങ്ങിക്കൊടുക്കാനാ പോലീസ്. മതി, അത് മതി. എന്ന് ഞാൻ ഇറങ്ങുന്നു സർ. അതെ, ആ പെണ്ണൊരു കുഴപ്പക്കാരിയാണല്ലോ സാറേ. മെരുക്ക
ഫെലോസാഗ, എന്തായി? അവള് വന്നിട്ട് പോയോ? അവൾ രണ്ടും കൽപ്പിച്ചുള്ള പുറപ്പാടാ. ആ പെറ്റീഷൻ വാങ്ങാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചതാ. വിരട്ടൽ വരെ നടത്തി നോക്കി, ഒരു രക്ഷയുമില്ല. എന്നെക്കൊണ്ട് നിയമം നടത്തിച്ച് അടങ്ങുന്നുള്ള വാശിയിലാ അവള്. അത് ശരിയാവില്ലല്ലോ. ഒരു പെണ്ണിന്റെ വാശിക്ക് മുന്നിൽ കീഴടങ്ങാനേ ഉള്ളോ SIയുടെ അധികാരശക്തി? എന്നങ്ങ് നിസ്സാരമാക്കി തള്ളാതെ. നിയമത്തിന്റെ മർമ്മത്തിൽ പിടിച്ചാണ് അവളുടെ നീക്കമെങ്കിൽ വെറും ഏഴാങ്കൂലി ആയാൽ പോലും സമാധാനം പറയേണ്ടി വരും. ഇനി പെൻഷൻ പറ്റാൻ അധിക കാലമൊന്നുമില്ല. സർവീസിൽ റിമാർക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ പെൻഷനും ആനുകൂല്യങ്ങളും ഒക്കെ വെള്ളത്തിലാ. തന്റെ ഭാര്യ രാഖി വിചാരിച്ചാൽ വന്ദനെ കൊണ്ട് ആ പെറ്റീഷൻ പിൻവലിപ്പിക്കാൻ കഴിയില്ലേ? അതും നടക്കും തോന്നില്ല. രാജീവന്റെ സ്വത്തുക്കൾ മുഴുവൻ സ്വന്തമാക്കണമെന്ന ഉദ്ദേശമായിരുന്നു രാഖിക്കുണ്ടായിരുന്നത്. തന്റെ പെറ്റമ്മയും സഹോദരനെയും ആരോ കൊലപ്പെടുത്തിയാണെന്ന സംശയം അവക്കുണ്ട്.